ഒരു ബോർഡ് കണ്ടിട്ടാട്ടോ ഞങ്ങൾ ഈ മല കയറാൻ പോകുന്നത്. അവിടെ മല ഉണ്ടോന്ന് പോലും അവനറിയില്ല. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വയനാടൻ ട്രാവലർ. ഇന്നിപ്പോൾ രാവിലെ 6 മണിക്ക് ഞങ്ങൾ ചെറിയൊരു ട്രെക്കിങ്ങുമായിട്ട് ഇറങ്ങിയതാട്ടോ. ഇവിടെ വയനാട്ടിൽ തന്നെ അടുത്ത് ഒരു 30-35 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അപ്പോൾ ഹില്ലിൻ്റെ പേര് ശരിക്കും അറിയില്ല, എന്തോ ബൊപ്പനമല അങ്ങനെ എന്തോ ആണ്. അതെന്തായാലും അവിടെ പോയിട്ട് പറഞ്ഞുതരാം. അങ്ങോട്ടേക്കുള്ള റൂട്ടൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് ഇതാ നമ്മുടെ കൂടെ വാസിദിന് പിന്നെ സ്ഥിരമായിട്ടുണ്ടാവുന്നതാണ്. ഇത് ഇജാസ്, ഇവൻ ആദ്യമായിട്ടാണ് നമ്മുടെ വ്ളോഗിൽ വരുന്നത്. പിന്നെ അതാ ഒരുത്തം വരുന്നുണ്ട്. അവനെ കാത്തിക്കുക കേട്ടോ. ഒരു അരമണിക്കൂറായി നമ്മളെ പോസ്റ്റ് അടിച്ച് നിർത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ടേക്കുള്ള വഴികളൊക്കെ നോക്കാം. പോവല്ലേ? അപ്പോൾ അത് നമ്മൾ രാവിലെ തന്നെ പെട്രോളൊക്കെ അടിച്ചു. ഇപ്പോൾ കൽപ്പറ്റ കഴിഞ്ഞൊരു 5 കിലോമീറ്ററോളം വന്നു. ഈ റോഡ് ഏതാ? പൊഴുതന റോഡ്. അപ്പോൾ നമ്മളിപ്പോൾ പൊഴുതന റോഡിലേക്കാണ് കയറിയിരിക്കുന്നത്. ഇതാണ് മെയിൻ റോഡ്. കൽപ്പറ്റ പടിഞ്ഞാറത്തറ റോഡാണിത്. അവിടെ നമ്മൾ പൊഴുതന റോഡിലേക്ക് കയറി ഇനി ഈ റോഡിൽ വേണം പോകാൻ. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടെ എത്താം. ഏതിലെ? അതിലെ കട്ടറ? ഇതും കട്ടറ തന്നെയാണല്ലോ. എന്തായാലും ആയിക്കോട്ടെ. എന്നാൽ വൈബിന് വേണ്ടി ഞങ്ങൾ ഈ വഴി ചൂസ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വന്ന് ബാണാസുര സാഗറിൻ്റെ എൻട്രൻസ് പോയിന്റ് കഴിഞ്ഞു. വന്നപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇടത്തോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മീൻമുട്ടി വാട്ടർഫാളിലേക്കൊക്കെയുള്ള വഴി. 1500 മീറ്ററാണ് ഇവിടുന്ന് മീൻമുട്ടി വാട്ടർഫാളിലേക്ക് ഉള്ളത്. അതിലേല് എടാ ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട്? റൈറ്റ് ആവേണ്ടത്? ശരിക്കും എങ്ങോട്ടാണ് പോകേണ്ടത്? റൈറ്റ് ആവേണ്ടത്? എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു ബോർഡ് കണ്ടിട്ടാട്ടോ ഞങ്ങൾ ഈ മല കയറാൻ പോകുന്നത്. അവിടെ മല ഉണ്ടോന്ന് പോലും അവനറിയില്ല. എന്തായാലും റൈറ്റിലേക്കാണ്, ലെഫ്റ്റിലേക്കല്ല. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മീൻമുട്ടി വാട്ടർഫാളാണ്. അപ്പോൾ നമുക്ക് റൈറ്റിലേക്ക് പോയേക്കാം. പോവല്ലേ? പോവാ നോട്ടോ. അടിപൊളി കയറ്റം. ഇതാണ് കേട്ടോ നമ്മൾ കയറാൻ പോകുന്ന മല. അല്ല, ഇതായിരിക്കും നമ്മൾ കയറാൻ പോകുന്ന മല. ഇവിടെ എവിടെയെങ്കിലും എത്തിക്കില്ലേ? നിങ്ങളിവിടെ ലോക്കലുള്ള? കുറെ കയറുണ്ടോ മേലേക്ക്? അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? ഈ സ്ഥലത്തിന് എന്താ പേര് പറയാ? മലയ്ക്ക് എന്താണ്? പപ്പനമല.
ഓക്കെ ഓക്കെ താങ്ക്സ്. അപ്പോൾ ഫ്രണ്ട്സ് ഫൈനലി നമ്മളങ്ങനെ പപ്പനമലയിൽ എത്തിയിരിക്കുന്നു. ഇങ്ങോട്ട് വണ്ടി കയറും കേട്ടോ, പക്ഷെ കുറച്ച് ഓഫ് റോഡാണ്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി താഴെ വെച്ചു, ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ 2 പയ്യന്മാർ അവിടെ നിന്ന് കിട്ടി. അമ്മമാരോട് ചോദിച്ചപ്പോൾ വഴിയൊക്കെ തന്നെയാണ്. നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് പൊഴുതന വന്ന് പൊഴുതനയിൽ നിന്ന് ബാണാസുരേൻ്റെ ഡാമിൻ്റെ എൻട്രൻസ് പോയിൻ്റ് കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ നമ്മളെ മീൻമുട്ടി വാട്ടർഫാളിലേക്ക് പോകുന്നൊരു വഴിയുണ്ട്. അവിടുന്ന് റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പള്ളി വരുന്നുണ്ട്. ആ ഈ പള്ളീൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി ഇങ്ങോട്ട് സ്ട്രെയിറ്റ് വരികയാണ് ഈ ഒരു വഴി. ഇവിടുന്ന് ഉണ്ടോ ഇനി ഫുള്ള് മേലേക്ക് ഓഫ് റോഡാണ്. ഇതെല്ലാം നമുക്ക് പോയോക്കാം. അപ്പം നമ്മുടെ വണ്ടി കയറുന്ന വഴി കുറച്ച് ദൂരമുള്ളൂ, ഒരു 500 മീറ്റർ അത്രയേ ഉള്ളൂ ഓഫ് റോഡ് വണ്ടി കയറുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലത്തെ റോഡാണ്. ഇത് ശരിക്കും ഫോറസ്റ്റ് ആണോ അതോ അവരുടെ പ്ലാന്റേഷൻ ആണോ എന്നറിയില്ല. കോഫിയൊക്കെ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചെറിയൊരു അഡ്വഞ്ചറാണ്. അധികം കുത്തനുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയില്ല കേട്ടോ, ചെറിയൊരു ആൾക്കാർ നടന്നു പോയിട്ടുണ്ടായ ഒരു വഴി മാത്രമാണ് ഇവിടെ നമുക്കിപ്പോൾ കാണുന്നുള്ളൂ. അതുതന്നെ പല സൈഡിൽ നിന്നും പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടേക്കൊരു വഴിയുണ്ട്. നമ്മൾ മേലേക്കാണ് കയറുന്നത്. എന്നാലും നമുക്ക് മേലേക്ക് പോയേക്കാം. അടിപൊളി കേട്ടോ, വൈബാണ്. അധികം വെയിലൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ സമയം 8 മണിയായി, എന്നാലും ആ വെയിലൊന്നും വന്നിട്ടില്ല. പക്ഷെ മഞ്ഞൊക്കെ ഇറങ്ങിപ്പോയിട്ടോ. നമ്മൾ കുറച്ചും കൂടി നേരത്തെ വരണമായിരുന്നു. ഈ വഴിയൊന്നും അറിയാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ് നേരത്തെ വരാത്തത്. പിന്നെ ഇവന്മാർ കുറച്ച് ലാഗുമാക്കി. ഇവിടെ ഫുള്ള് പാറകളായി തുടങ്ങി കേട്ടോ. നമ്മൾ പാറേൻ്റെ മേലെ കൂടിയാണ് കയറുന്നത്. എന്താ വരുന്നത്? എടാ വഴി എവിടാ? അപ്പോൾ ഫ്രണ്ട്സ് വഴി ഏതിലാണെന്നൊന്നും അറിയില്ല കേട്ടോ. ചെറിയൊരു ഇടവഴിയുണ്ട്, ഞങ്ങൾ അതിലാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെ ചില സ്ഥലത്ത് എത്തുമ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റുന്നുണ്ട്. അങ്ങനെ വഴി ഉണ്ടാക്കി ഞങ്ങൾ ഈ വഴിയിലേക്ക് തന്നെ തിരിച്ച് കയറുകയാണ്. എന്തായാലും അടിപൊളിയാട്ടോ. ചെറിയ ട്രെക്കിംഗ് ആണ്, അധികം ടഫായിട്ടുള്ള ഹെവി ട്രെക്കിംഗ് ഒന്നുമല്ല. ചെറുത് അധികം കുത്തനെയാണല്ല, എന്നാൽ ചെറിയൊരു കുത്തനെയാണ്. ബിഗിനേഴ്സിനൊക്കെ പറ്റിയ അടിപൊളിയൊരു ട്രെക്കിംഗ് സ്പോട്ടാണ് ഈ പപ്പനമല. ഇങ്ങോട്ടേക്ക് അധികം ആൾക്കാരൊന്നും വരലില്ല. ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവൻ കൂട്ടിക്കൊണ്ടുവന്നതുകൊണ്ട് മാത്രം വന്നതാണ്. അല്ലെങ്കിൽ ഈ മലയൊന്നും ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യില്ല. നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ട് തീയിട്ടതാണോ പണ്ട് കാട്ടുതീയിൽ കത്തിയതാണോ എന്നറിയില്ല കേട്ടോ. കരിയൊക്കെ ഉണ്ട്. അതാ വേറൊരു വഴി കിട്ടി. ഇത് നമ്മളെ കൂടെയുള്ള ഒരുത്തനുണ്ടോ, അവിടെ എത്തി. അവനാണ് വഴി കണ്ടുപിടിച്ച് പോകുന്ന ആൾ. കരിന്തണ്ടൻ, വയനാടിൻ്റെ കരിന്തണ്ടൻ. അവൻ്റെ പുറകെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ബാണാസുര ഹിൽസാണ് ഈ കാണുന്നത്. അതിൻ്റെ ടോപ്പിലേക്ക് കയറാൻ പറ്റും, പക്ഷെ അത് വേറെ വഴിയാണ്. അവിടെ കയറണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കണം. ഇത് പിന്നെ ഒരു ഹിഡൻ സ്പോട്ടാണ്, അതുകൊണ്ട് ടിക്കറ്റൊന്നും എടുക്കണ്ട, നമുക്കല്ലാണ്ട് കയറാം.
ഇതുണ്ട്, ഇതിൻ്റെ മേലേക്ക് അധികം കോടയോ മഞ്ഞൊന്നുമില്ല, പക്ഷേ താഴെ മൊത്തം മഞ്ഞാണ്. മഞ്ഞ് കൊണ്ടാണ് നമുക്ക് ആ സ്ഥലങ്ങളൊന്നും കാണാത്തത്. നോക്ക് കേട്ടോ, ഹെവി മഞ്ഞാണ്. മരത്തിന് ഉറപ്പുണ്ട് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ടോപ്പ്. ഈ മല കയറി വന്നാൽ നിങ്ങൾക്ക് ഇവിടം വരെ പറ്റുള്ളൂ. പിന്നെ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ റിസ്ക് എടുത്തില്ല, കാരണം ആനയൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. ഈ ഒരു മൊട്ടക്കുന്നിൻ്റെ, ഈ ഒരു കുന്നിൻ്റെ അവിടം വരെ വന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ടില്ലേ, അടിപൊളിയായിരുന്നില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് വെയിലൊക്കെ ആയി, സമയം 9:30 കഴിഞ്ഞു. അപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര റിസ്ക് ആട്ടോ. ഇവിടെ കുറച്ച് ഡേഞ്ചറും ആണ്, കല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്തിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. കുറച്ച് തണലുള്ള സ്ഥലത്ത് പോയി എവിടെയെങ്കിലൊക്കെ ഇരിക്കണം കുറച്ച് നേരം. ഇവിടെ കുറച്ച് നേരം ഇരുന്നു. ഞങ്ങൾ കയറി വന്നപ്പോൾ ഇവിടെ അധികം മഞ്ഞോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് കോട ഇറങ്ങി, ഫുള്ള് കോടയിൽ കുളിച്ച് നിൽക്കുകയായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ആ സമയത്ത്. ഇവിടുന്ന് ഇതുണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? നമ്മൾ വന്ന വഴി ഏതാണെന്ന് മറന്നുപോയി. ഇനിയിപ്പോൾ വഴി തപ്പി കണ്ടുപിടിക്കണം. അതിലേതിലാണ് നമ്മൾ വന്നത്. നോക്കാം, എന്തായാലും പോയി നോക്കാം. ഇതല്ലേ വീഴാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വഴിയൊന്നുമില്ല, പ്രോപ്പർ വഴിയൊന്നുമില്ല. ഏതിലും ഒരു ഇടവഴി കാണുന്നു, അതിലൂടെ പോകുന്നു. ഫുള്ള് പാറയൊക്കെയാണ് ഇവിടെ. എന്തായാലും എങ്ങനെയുണ്ട്? സ്ഥലം അടിപൊളിയല്ലേ? ലൊക്കേഷൻ ഒരു രക്ഷയില്ല. പച്ചപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പച്ചപ്പിൻ്റെ അങ്ങേ അറ്റം. ഇതിനും വലിയ പച്ചപ്പുകൾ സ്വപ്നത്തിൽ മാത്രം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ താഴെ എത്തിയിട്ടോ. ഇതൊരു പാർക്കിംഗ് ആണ്. ഇവിടേക്ക് ജീപ്പൊക്കെ കയറും. 4x4 ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ഇവിടം വരെ വരാം. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിൽ ട്രക്കിംഗ് ചെയ്ത് പോവാം. അപ്പോൾ ഞങ്ങളിനി പോവുകയാണ്. ഇന്നത്തെ ട്രക്കിംഗ് ഒക്കെ ഉണ്ടായി. അടിപൊളിയല്ലേ? അടിപൊളി ഒരു പ്ലേസ് ആട്ടോ. പക്ഷേ അതിലേക്ക് പോകാനുള്ള വഴികളൊന്നും കൃത്യമായിട്ടില്ല. ഒരു ഹിൽ ടോപ്പിലേക്ക് ജസ്റ്റ് കുറച്ച് അഡ്വഞ്ചറായിട്ട് ട്രക്ക് ചെയ്ത് പോവാം, അതേപോലെ തിരിച്ചു വരാം. ഞങ്ങൾ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകരുത്. പിന്നെ കുപ്പിയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അത് വെള്ളം കുടിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവരണം, അവിടെ ഇടരുത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലൊക്കേഷൻ അടിപൊളിയായിരുന്നില്ലേ? ഇന്നത്തെ ട്രക്കിങ്ങും അടിപൊളിയായിരുന്നില്ലേ? ചെറിയ ട്രക്കിങ്ങാണ്, ബിഗിനേഴ്സിന് പറ്റിയ ഒരു അടിപൊളി ട്രക്കിങ്. കാരണം അധികം മേലേക്ക് പോകാനില്ല, ജസ്റ്റ് കുറച്ച് ഒരു 1 കിലോമീറ്റർ മാത്രമേ നമുക്ക് ട്രക്ക് ചെയ്യാനുള്ളൂ. അത് അടിപൊളിയായിട്ട് ട്രക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി സ്ഥലത്തുനിന്ന് മറ്റൊരു അടിപൊളി വ്ളോഗുമായി കാണുമ്പോഴേക്കും ബൈ.